നിങ്ങൾ ഈസ്റ്റേൺ ക്രിസ്ത്യൻസ് എന്ന് കേട്ടിട്ടുണ്ട്. ഇറാഖിലാണ് ബേസിക്കലി അവരുള്ളത്. ഏകദേശം 14 ലക്ഷത്തോളം ഈസ്റ്റേൺ ക്രിസ്ത്യൻസ്, അതായത് ഇറാഖിൻ്റെ നോർത്തേൺ പ്രൊവിൻസുമായിട്ട് ബന്ധപ്പെട്ട മൊസൂൾ, പിന്നെ കുറച്ച് പേര് ബാഗ്ദാദിലുണ്ടായിരുന്നു. 2014 അവരുടെ കണക്കെടുക്കുമ്പോൾ 14 ലക്ഷം പേരാണ് അവർ ഉണ്ടായിരുന്നത് ടോട്ടൽ. അപ്പോൾ ഇവരെ ബേസിക്കലി പറയപ്പെടുന്നത് കേരളത്തിലെ പോലെ ഇവരെ സിറിയൻ ക്രിസ്ത്യൻ എന്നാണ് അറിയപ്പെടുന്നത്. ബേസിക്കലി മെസപ്പൊട്ടാമിയയിലുള്ള ആദ്യത്തെ ഫസ്റ്റ് ജനറേഷൻ ക്രിസ്ത്യൻസ്, ഓൾഡസ്റ്റ് ക്രിസ്ത്യൻസ് ഇൻ ദ വേൾഡ് എന്നിവരെ പറയുന്നുണ്ട്. കാരണം സിറിയയുമായിട്ട് ബന്ധപ്പെട്ട കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ളവരാണ് ഇവർ. ഇവരുടെ സംസ്കാരമുണ്ട്, ഇവരുടെ ജീവിത രീതിയുണ്ട്, ഇവരുടെ ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. ഇവർ ഏറ്റവും കൂടുതലുള്ളത് ബേസിക്കലി ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയിലാണ്. അപ്പം അതിൻ്റെ അകത്ത് ഇവർ സംസാരിക്കുന്ന ഭാഷ അസേറിയൻസും അറാമിക്കുമാണ്. അത് ജീസസ് സംസാരിച്ചിരുന്ന ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. ഇവർക്ക് പ്രത്യേക ലിറ്റേർജിയുണ്ട്, വിശ്വാസ പ്രമാണങ്ങളുണ്ട്. ഈ രീതിയിലാണ് ഈ പറയുന്ന ഈസ്റ്റേൺ ക്രിസ്ത്യൻസിനെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ നാട്ടിലുള്ള ഓർത്തഡോക്സുകാരുടെ സാദൃശ്യമായ രീതിയിലുള്ള പലതും ഇവരുടെ ആചാര അനുഷ്ഠാനങ്ങളിലുണ്ട്. അപ്പം 2014 അപ്പോൾ ഞാൻ പറഞ്ഞു ഏകദേശം 14 ലക്ഷം പേരായിരുന്നു ഇവരുടെ ടോട്ടൽ ജനസംഖ്യ എന്ന് പറയുന്നത്. 2014 ISIS വന്നതോടുകൂടി, അതായത് ബാഗ്ദാദിയുടെ സംഭവം, അത് ഏറ്റവും കൂടുതലായത് റിഫ്ലക്റ്റ് ചെയ്തത് ഇറാഖിലാണ്. അമേരിക്കൻ ഫോഴ്സിനെതിരെയാണ് ഇവർ ISIS ഫോം ചെയ്യുന്നത് എന്നാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് ഇവർ കാലിഫേറ്റായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം ഉണ്ടായത് ഏറ്റവും കൂടുതൽ പെർസിക്യൂഷൻ നടത്തിയത് ഈ പറയുന്ന ഈസ്റ്റേൺ ക്രിസ്ത്യൻസിനെയാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട പല റിപ്പോർട്ടുകളൊക്കെ ഗ്ലോബലായിട്ട് വന്നിട്ട് അതിക്രൂരമായിട്ടാണ് ഈസ്റ്റേൺ ക്രിസ്ത്യൻസിനെ ഇവർ അറ്റാക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഇവരുടെ ജനസംഖ്യ ഏകദേശം 2.25, ഏകദേശം 1.5 ലക്ഷം 2 ലക്ഷം ആ രീതിയിലോട്ടങ്ങ് മാറി. ഇവരൊത്തിരി പേരെ കൊന്നു കളഞ്ഞു. പല ആൾക്കാരെയും മുസ്ലിമിലോട്ട് ഇവർ കൺവേർട്ട് ചെയ്യിപ്പിച്ചു. ഇത് നിർബന്ധമായിട്ട് പല ആളുകളെയും ഈ പരസ്യമായിട്ട് പള്ളികളുടെ മുമ്പിൽ വെച്ച് അത് പള്ളികൾ തകർത്തിട്ട് അത് കൊന്നുകളഞ്ഞു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അത്ര ക്രൂരമായിട്ടാണ് ISIS ഇവരെ ട്രീറ്റ് ചെയ്യുക. കാരണം ഇത് ഗ്ലോബലായിട്ട് ഒരു ഗ്ലോബൽ ക്രൈ ആയിരുന്നു ആ ഒരു സമയത്ത്. എങ്ങനെ അത്ര ക്രൂരമാണ് ISISൻ്റെ ഓരോ സംഭവങ്ങളും നടക്കുന്നത്. അപ്പം ഇതൊക്കെ ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട 2014 ശേഷം വലിയൊരു പാലായനം അവിടെ നിന്നുള്ള ഈ പറയുന്ന അസേറിയൻസ് ആണെങ്കിലും അറാമിക് ഭാഷ പറയുന്ന ഈസ്റ്റേൺ ക്രിസ്ത്യൻസ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോട്ട് പോയി. പിന്നീട് അവിടെ ഏകദേശം 1 ലക്ഷത്തിന് താഴെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഈ പറയുന്ന ഈസ്റ്റേൺ ക്രിസ്ത്യൻ. പിന്നീട് അവർ പല സ്ഥലത്തു നിന്നെല്ലാം ഒരുമിച്ച് വന്നിട്ട് ഈ മസോൾ ആ ഭാഗത്തായിട്ട് കേന്ദ്രീകരിച്ച് പിന്നെ അവിടെ ഇവർ താമസിക്കുന്നത്. ഇവർക്ക് ഇവരുടെ സംസ്കാരവും പാട്ടുകളും പരിപാടികളൊക്കെ ഉണ്ട്. ഇതിനുശേഷം ഇവർ കാനഡയിലോട്ട് പോകുന്നു, ഒത്തിരി പേര് അമേരിക്കയിൽ പോകുന്നു, വളരെയധികം പേര് ഓസ്ട്രേലിയയിൽ പോകുന്നു, സ്വീഡനിൽ പോകുന്നു, പല യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകുന്നു. ഇപ്പം അറിയാൻ സാധിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഈ ഫ്രാൻസ് 24, അപ്പം അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഇടാം. അവരൊരു ഡോക്യുമെൻ്ററി ഒരാഴ്ച മുമ്പ് പുറത്തു വിട്ടു. ഈ പോയ ക്രിസ്ത്യൻസ്, സിറിയൻ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നവർ ഏകദേശം 1 ലക്ഷത്തിലധികം പേര് കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ തിരിച്ചു വന്നു. ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ സംഭവവികാസം എന്ന് പറയുന്നത്. അതായത് ഇസ്രായേൽ ഹമാസ് വാർ തുടങ്ങിയ സമയത്ത് അതിനുശേഷമാണ് അന്ന് ഈ ബെഞ്ചമിൻ നെതന്യാഹു ഒരു കാര്യം പറഞ്ഞു. അതായത് ഈ മിഡിൽ ഈസ്റ്റ് ഏഷ്യ, വെസ്റ്റ് ഏഷ്യയുടെ ജിയോ പൊളിറ്റിക്സും ഡെമോഗ്രഫിയും ജിയോഗ്രഫിയും അവർ ചേഞ്ച് ചെയ്യും. ഇതിന് ശേഷമാണ് ഇവർ ഈ പറയുന്ന ഈ ഈസ്റ്റേൺ ക്രിസ്ത്യൻസ്, അപ്പോൾ അവരുടെ ആളുകളെ കാണുന്നു. ഈ പല കൺവേർട്ട് ചെയ്ത ആൾക്കാർ പോലും ഇങ്ങനെ പാലായനം ചെയ്തിട്ട് അവർ തിരിച്ച് ക്രിസ്ത്യൻ വിശ്വാസത്തിലോട്ട് വരുന്നു. പക്ഷേ ഇവരിലധികവും വലിയൊരു ശതമാനം ഈ പറയുന്ന അവരുടെ ഈ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ നിന്ന് മാറിയിട്ട് അവരവിടെ പോയിട്ട്, കാരണം കാനഡയാണെങ്കിലും അമേരിക്കയാണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും അവർ പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസത്തിലോട്ട് കയറിപ്പോവുകയാണ്. പിന്നീട് ഉണ്ടായൊരു സംഭവമാണ് ഏറ്റവും വലിയ രസകരം. അതായത് ആ ഭാഗത്ത് ചേർന്ന് അവിടെ താമസിക്കുന്നതും ജീവിക്കുന്നവർക്കും വേണ്ടി ഒരു ക്രിസ്ത്യൻ മിലിഷ്യ, ഒരു ടെറർ ഗ്രൂപ്പിനെ അവിടെ ഉണ്ടാക്കുകയാണ്. അതായത്
അവിടെ ജീവിക്കുന്ന മറ്റുള്ള ക്രിസ്ത്യൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. അതേപോലെ തന്നെ അമേരിക്ക അവിടെ 2-3 ബേസുകൾ അടുപ്പിച്ചടുപ്പിച്ച് അങ്ങ് താമസിച്ചിട്ട് ഈ ഭാഗത്തെ മസൂൾ ഉൾപ്പെടുന്ന ആ ഭാഗത്തെ നോർത്തേൺ റീജിയനെ പ്രത്യേക ഒരു ഗവർണറേറ്റ്, ഒരു പ്രത്യേക സ്റ്റേറ്റ് പ്രൊവിൻസായിട്ട് ഡിക്ലെയർ ചെയ്തു. അതായത് അവർക്ക് പ്രത്യേക പോലീസാണ്, പ്രത്യേക പട്ടാളമാണ്. ഇറാഖിൻ്റെ ഫെഡറൽ ഗവൺമെൻറ് അണ്ടറിലാണെങ്കിലും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആക്കി ഈ റീജിയൻ. എന്നിട്ട് ഈ മിലിഷ്യ ഗ്രൂപ്പ് അവരോടും പറഞ്ഞു, അവർ ട്രെയിനിങ് കൊടുത്തു. അതായത് അവിടെ താമസിക്കുന്ന ക്രിസ്ത്യൻസിനെ അറ്റാക്ക് ചെയ്യാൻ വരുവാണെങ്കിൽ തിരിച്ചെങ്ങനെയാണ് റിറ്റാലിയേഷൻ നടത്തുക, കാരണം എങ്ങനെയാണ് ISISനെ ഓടിക്കേണ്ടത്. കാരണം അവിടെ ഇവർക്കെതിരെ വലിയൊരു കലാപം തന്നെയാണ്, വലിയൊരു ജനോസൈഡ് തന്നെയാണ് അവിടെ നടന്നത്. അപ്പം അതിനെ പറ്റി വേൾഡ് മീഡിയ പറയുന്നത് ഈ ഏഷ്യയിൽ നടന്നൊരു ഹോളോകോസ്റ്റ് ആയിരുന്നു. ബേസിക്കലി ഈ ക്രിസ്ത്യൻസിനെതിരെ ഏകദേശം 14 ലക്ഷം ക്രിസ്ത്യൻസിനെതിരെ അന്ന് സുന്നി വിഭാഗക്കാരായ ISISും പിന്നെ കർഡിഷ് ഗ്രൂപ്പിൽപ്പെട്ട സുന്നി വിഭാഗക്കാരും കൂടി ഇവർക്കെതിരെ അറ്റാക്ക് ചെയ്തത്. കാരണം തുർക്കിയിലുള്ളവരെ ഓടിച്ചു, സിറിയയിലുള്ളവരെ ഓടിച്ചു. ഇവരെല്ലാം കൂടെ പിന്നീടാണ് ഇവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോട്ട് പോകുന്നത്. മനസ്സിലാക്കുക, ഇവർ ആർട്ട് ആൻഡ് കൾച്ചറിനൊക്കെ വളരെ മുമ്പിൽ നിൽക്കുന്നവരാണ്. കാരണം മോഡറേറ്റ് ജീവിതം, ക്രൈസ്തവരാണ്, മോഡറേറ്റ് ജീവിതത്തിൽ ജീവിക്കുന്നവരാണ്, പിന്നെ അക്കാഡമീഷ്യൻസാണ്. അങ്ങനെ നല്ല രീതിയിൽ കഴിയുന്ന ആളുകളായിരുന്നു. ഇപ്പം ഇവർ തിരിച്ചു വരാനുണ്ടായ കാരണം ഇവർ പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസത്തിലോട്ട് പോവുകയും അവരുടെ കൾച്ചർ നിലനിർത്തണം. അതിൻ്റെ ഭാഗമായിട്ട് ഈ പല രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ പല ഇൻ്റർനാഷണൽ ഈ NGOസും അതേപോലെ തന്നെ ക്രൈസ്തവ സഭകളും, അതായത് പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റൻ്റ് സഭകളും അവിടെ നിന്ന് നേരത്തെ പുറത്തു പോയ, അതായത് സിറിയയിൽ നിന്ന് ഇറാഖിൽ നിന്നൊക്കെ നേരത്തെ പുറത്തു പോയ ഡയസ്ഫോറ, ഇവരെല്ലാം കൂടെ സാമ്പത്തികമായിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്തു. കാരണം ഇവരുടെ വീടുകളെല്ലാം പൊളിച്ചു കളഞ്ഞു. ആ വീടുകളെല്ലാം പണിത് കൊടുക്കുന്ന പറയുന്ന NBU എന്ന് പറയുന്ന ഒരു ഈ മിലിഷ്യ, ക്രിസ്ത്യൻ മിലിഷ്യ ഓർഗനൈസേഷനാണ്. കുറച്ച് ചെറുപ്പക്കാരെ എടുത്തിട്ട് പിന്നെ അമേരിക്കൻ ഫോഴ്സിൻ്റെ സഹായം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം കൂടെ ചേർന്നിട്ട് ഈ വീടുകൾ പണിത് കൊടുക്കുന്നു, ഇവരുടെ കൃഷിസ്ഥലം ശരിയായി കൊടുക്കുന്നു. ഏകദേശം 1 ലക്ഷത്തിലധികം പേര് തിരിച്ചു വരാൻ. കാരണം ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാക്കും കാരണം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, അവർ ഈ പറയുന്ന ടെററിസം, ഈ ISIS ആണ് ഈ സംഭവത്തെ അവർ ഒതുക്കും. അതിനുശേഷം അത് വിലയിരുത്തിയ ശേഷം ഇവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമെന്നുള്ള ഉറപ്പ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പോയ ആൾക്കാർ തിരികെ വരുന്നത്. അത് ഏകദേശം 1 ലക്ഷത്തിന് മുകളിലുണ്ടെന്നാണ് ആ പുതിയ കണക്കുകൾ പറയുന്നത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരും തന്നെ തീരുമാനിച്ചു. കാരണം അവർക്ക് സ്വന്തമായിട്ട് പോലീസായി, അവർക്ക് സ്വന്തമായിട്ട് പട്ടാളമായി, കോടതിയായി, അപ്പോൾ ഒരു പ്രത്യേക സ്പെസിഫിക് റീജിയനായി. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാമെന്ന് ഇസ്രായേൽ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ആരും ഒരു കാരണവശാലും ആരെങ്കിലും നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ ഇസ്രായേലി സേന, അതായത് അവിടെ ബേസ് ഉണ്ടാക്കാൻ പോകുന്നുവെന്നും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നു. കാരണം ഇവരെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. പിന്നെ ഇവിടെ തിരിച്ചു വരാൻ വേണ്ടി ഇവർക്ക് ഫണ്ടിങ് എന്ന് പറയുന്നത് ഗ്ലോബലായിട്ടുള്ള ക്രിസ്ത്യൻ ഓർഗനൈസേഷനാണ് ഇവർക്ക് ഫണ്ടിങ് ശരിയാക്കി കൊടുത്തത്. കാരണം അവിടെ സ്കൂള് വേണം, കാരണം ഇതെല്ലാം ഇടിച്ചു പൊളിച്ച് ദൂരെ കളഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ചർച്ചുകൾ തന്നെ ഇല്ലാതാക്കി കളഞ്ഞു. അതേപോലെ വീടുകളില്ലാതെ ഇവരുടെ കൃഷിസ്ഥലങ്ങൾ. കാരണം ഈ മുസോൾ എന്ന് പറയുന്ന സമയത്ത് ISISൻ്റെ വലിയൊരു ബേസായിട്ട് മാറിയിട്ടുണ്ട്. റഫ വേറെ ഒരു ബേസായിരുന്നു, അതേപോലെ ISISൻ്റെ മറ്റൊരു ബേസും കൂടിയായിരുന്നു. കാരണം അവിടെ ഇവരെ പേഴ്സിക്യൂട്ട് ചെയ്യാനും അവിടെ പ്രത്യേക ക്യാമ്പുകളും ഗ്രൂപ്പുകളും ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവരിൽ വളരെയധികം പേര് നിർബന്ധിച്ച് തോക്കിൻ്റെ മുമ്പിൽ വെച്ച് കൺവേർട്ട് ചെയ്യിപ്പിച്ച് ആ കൺവേർട്ട് ചെയ്ത ആൾക്കാരൊക്കെ പിന്നീട് അത് റീകൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യൻ ആകുകയും പിന്നീട് അവർ പ്രൊട്ടസ്റ്റൻ്റ് ആകുകയും ചെയ്തു. ഇതിനകത്ത് അമേരിക്കയുടെ ഒരു സംഭാവനയുണ്ട് ശരിക്കും. കാരണം അമേരിക്കൻ ബേസ് വന്നിട്ട് അമേരിക്കൻ ബേസുമായിട്ടും ആ ഒരു വലിയൊരു ലൊക്കാലിറ്റി ഉണ്ടാക്കിയിട്ട് ഇവർക്കെല്ലാം ട്രെയിനിങ് കൊടുക്കുകയാണ്, സായുധ പരിശീലനമുള്ള സംഭവങ്ങൾ കൊടുക്കുകയാണ്. ഇവിടെ പ്രത്യേക ഡിഫൻസ് ഫോഴ്സിനെ ഉണ്ടാക്കി വെപ്പൺസ് കൊടുത്തു, ഇവരെ മാറ്റിയെടുത്തു ശരിക്കും. കാരണം ഇനി അറ്റാക്ക് ചെയ്യാൻ വരുവാണെങ്കിൽ തിരിച്ചെങ്ങനെ അറ്റാക്ക് ചെയ്യണം, എങ്ങനെ കൗണ്ടർ ചെയ്യണം. ഇപ്പോൾ അതിനുവേണ്ടിയുള്ള സംഭവങ്ങളും അത്യാധുനിക ആശുപത്രികളും എല്ലാം അമേരിക്ക തന്നെ, പിന്നെ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ഇവരെ സഹായിക്കാൻ കൂടെ ഉണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് കാത്തലിക്സ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ശതമാനം, അതുകൊണ്ടാണ് ഇത് റോമുമായിട്ടൊന്നും വലിയ അടുപ്പം ഇതിനില്ല.
ഇപ്പം ഇവർ ബേസിക്കലി ഈ സിറിയൻ ക്രിസ്ത്യൻ, അതായത് കേരളത്തിലുള്ളവരെ പറയാം സിറിയൻ ക്രിസ്ത്യൻസ് എന്നാണ്. അതേപോലെ തന്നെ ഈസ്റ്റേൺ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ഇവരുടെ ആചാരങ്ങൾ വളരെ രസകരമായ രീതിയിലാണ്. അതായത് കേരളത്തിലുള്ള ക്രൈസ്തവർ, അതായത് സിറിയൻ ക്രിസ്ത്യാനികളുടെ ആചാരവുമായിട്ട് ഇതിന് വലിയ സാമ്യമുണ്ട്. പണ്ടത്തെ കാലത്തൊക്കെ ഇവർ ലിറ്ററേച്ചർ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്ന് ഓർത്തഡോക്സ് സഭ, യാക്കോബ സഭയൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഈ ഭാഗങ്ങളിലായിരുന്നു. കാരണം ഇവരുടെ ഭാഷയിൽ കൂടെയുള്ള ഈ നമസ്കാരങ്ങളും ശുശ്രൂഷകളും ഒക്കെ, കാരണം ഭാഷയും ഇതെല്ലാം ഈ ഹീബ്രുവുമായിട്ടും അസേറിയയുമായിട്ടും അറാമിക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുക. പിന്നെ ഇവരുടെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഈ പറയുന്ന നിനവ എന്ന് പറയുന്ന സ്ഥലം പറയുന്നു. ഇപ്പം നിനവ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്നാണ് അവിടെ മിലിഷ്യ ഗ്രൂപ്പിൻ്റെ പേര്. ഇവർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ബേസിക്കലി ഇതെല്ലാം ബിബ്ലിക്കൽ സിറ്റിയാണ്. ഇപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു, എന്താണ് മിഡിൽ ഈസ്റ്റ് ഏഷ്യയുടെ ജിയോഗ്രഫി മാറുന്നത്. അതനുസരിച്ച് ഈ വാറിനെ തുടർന്നാണ് ബേസിക്കലി ഹമാസ് കയറി അറ്റാക്ക് ചെയ്ത് അവസാനം ഇസ്രായേൽ കയറി റിറ്റാലിയേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ ഈ ഒരു വലിയൊരു ഒഴുക്ക് മനസ്സിലാക്കുക. അവിടെ പഠിച്ച് അവിടെ ജീവിച്ച് ആ ആളുകൾ, സാമ്പത്തികമുള്ള ആളുകൾ തന്നെ തിരിച്ചവരുടെ നാട്ടിലോട്ട് വരികയാണ്. അപ്പോൾ അതിനോട് വലിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അവരെ സ്വീകരിക്കാനും വരുവാനും പോകുവാനും ഒക്കെ. കാരണം എല്ലാം തകർന്നു പോയ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാവരും നേരെയാക്കി. കാരണം ഒരു പ്രത്യേക പ്രൊവിൻസ് ആക്കി അതിനെ മാറ്റി. പ്രത്യേക രാജ്യമായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല, പക്ഷെ അവർക്ക് പ്രത്യേക പട്ടാളമുണ്ട്, കോടതിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. കാരണം ഈ ഇറാഖിൻ്റെ ഫെഡറൽ ഗവൺമെൻറ് പറയുന്ന പോലെ അവർ കേൾക്കുന്നത് അവർക്ക് പ്രത്യേക രീതിയിലോട്ടങ്ങ് പോയി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു പല വർഷങ്ങളായിട്ട് പോയ ഈസ്റ്റേൺ ക്രിസ്ത്യൻസ് തിരികെ വരാൻ തുടങ്ങി. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇറാഖ് എന്ന് പറയുന്നത് അവിടെ പെർസിക്യൂഷൻ നടത്തിക്കൊണ്ടിരുന്നത് വളരെ ഹീനമായിട്ടാണ്. ഇപ്പോൾ കേരളത്തിലുള്ള ഒരു സമാധാന മതം എന്ന് പറയും, ഞാൻ അതിനെപ്പറ്റിയല്ല കൂടുതലായിട്ട് പറയുന്നത്. എന്താണ് ഈസ്റ്റേൺ ക്രിസ്ത്യൻസ്, അതായത് ISIS വന്ന ശേഷം അവർ സഫർ ചെയ്തതിൻ്റെ 1000-1 ഒരു രാജ്യത്തെയും ക്രൈസ്തവർ സഫർ ചെയ്യട്ടെ അതിനേക്കാളും അല്ലെങ്കിൽ 14 ലക്ഷത്തിൽ നിന്ന് 1.5 ലക്ഷമാകുന്നു. ആലോചിച്ച് നോക്കുക, എത്രമാത്രം കഠിനമായിരിക്കും. പക്ഷെ അവരെല്ലാം അനുഭവിച്ച് ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കി തിരിച്ചടിക്കാൻ പവറുമായിട്ട് മറ്റുള്ള രാജ്യത്തിൻ്റെ ഇസ്രായേലിൻ്റെ സപ്പോർട്ടോടു കൂടി മറ്റൊരു ബിബ്ലിക്കൽ സിറ്റി റീജനറേറ്റ് ചെയ്ത് അവർ തിരികെ വരുന്നു. ഇതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ബ്യൂട്ടി പാർട്ട് എന്ന് പറയുന്നത്.